Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നെക്സ്റ്റ് അക്കാഡമിക് ഇയർ 2024 UG 4-year പ്രോഗ്രാമിലോട്ട് അഡ്മിഷൻ വിളിച്ചിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു മാറ്റം ഈ ഒരു അക്കാഡമിക് ഇയർ മുതൽ നിലവിൽ വരാണ്. 4 വർഷ UG പ്രോഗ്രാമിലോട്ടാണ് അഡ്മിഷൻ വിളിച്ചിട്ടുള്ളത്. സോ അതിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിന്റെ പ്രോസ്പെക്ടസ് നോക്കി അതിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും വേണ്ട സബ്ജക്ട് വൈസ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ സെമസ്റ്ററിലെയും എൻറ്റയർ സബ്ജക്റ്റിന്റെ ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കും. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള സൗകര്യം ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ കാണാണ്ട് പോകരുത്. നമുക്ക് എന്തെങ്കിലും വീഡിയോയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. Applications are invited for admission to the 4-year undergraduate programs and 3-year undergraduate BVOC programs in the affiliated arts and science colleges of University of Calicut for the academic year 2024, except those undergraduate programs admission to which is based on entrance examinations and programs conducted in autonomous colleges. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ ഓട്ടോണമസ് കോളേജസിന്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കും, അതല്ലാത്ത കോളേജസ് ഉണ്ടായിരിക്കും. ഗവൺമെന്റ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കോളേജസ്, സെൽഫ് ഫിനാൻസ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതില് ഓട്ടോണമസ് കോളേജസിലേക്ക് അഡ്മിഷന്റെ കേസ് എന്ന് പറയുന്നത് അവർ സെപ്പറേറ്റ് എൻട്രൻസ് ഒക്കെ നടത്തി, അല്ലെങ്കിൽ മാർക്ക് ബേസിൽ അവർ സെപ്പറേറ്റ് വിളിക്കുന്നതാണ്. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓട്ടോണമസ് കോളേജ് ആയിട്ടുള്ള സെയിന്റ് തോമസ് കോളേജ് തൃശ്ശൂർ, അവിടെ എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവർക്ക് എല്ലാതും അങ്ങനെയാണ് ഓട്ടോണമസ് കോളേജിൽ. അതല്ലാത്തവരുടെ കേസസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഓൾ കാൻഡിഡേറ്റ്സ് സീക്കിംഗ് അഡ്മിഷൻ ടു ദി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി കോട്ട, ജനറൽ മെറിറ്റ്, റിസർവേഷൻ, ഇതൊക്കെ ഉണ്ട്, ഷുഡ് കമ്പൽസറിലി രജിസ്റ്റർ ത്രൂ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്. അപ്പോൾ ക്യാപ്പ്, നിങ്ങൾക്കറിയാം, ക്യാപ്പ് ID എന്ന് പറയുന്നത് വേണം നമുക്കിവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ. അപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. കാൻഡിഡേറ്റ്സ് ഷുഡ് ഗോ ത്രൂ ദി പ്രോസ്പെക്ടസ് ഫോർ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് അവൈലബിൾ ഇൻ ദി വെബ്സൈറ്റ് കെയർഫുള്ളി ബിഫോർ എൻറ്ററിങ് ദി രജിസ്ട്രേഷൻ പേജ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി അഡ്മിഷൻ എന്ന് പറയുന്ന അതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസും, പേയ്മെന്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് SC/ST 195, അതേഴ്സിന് 470 ആണ്. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ 18/5 ആരംഭിച്ചു, ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ 1/6 ആണ്. ഓക്കെ, ജൂൺ 1-ാം തീയതിയാണ്. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളാണ് ഉള്ളത്. ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെന്റ് 1/6/2024 5 മണിയാണ്. ഓക്കെ, ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഓൺലൈൻ രജിസ്ട്രേഷൻ, അലോട്ട്മെന്റ് ആൻഡ് അഡ്മിഷൻ ആർ അവൈലബിൾ ഇൻ ദി പ്രോസ്പെക്ടസ് ഫോർ UG അഡ്മിഷൻ ടു ദി അക്കാഡമിക് ഇയർ 2024-25. ഓക്കെ, ഡോക്ടർ സതീഷ് EK എന്നെ പഠിപ്പിച്ചിട്ടുള്ള സാറാ യൂണിവേഴ്സിറ്റിയിലെ. അപ്പോൾ രജിസ്ട്രാർ. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. നമുക്ക് എന്തെങ്കിലും ആ പ്രോസ്പെക്ടസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി അഡ്മിഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ്. സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് ക്യാപ്. ഓക്കെ, അപ്പോൾ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണ്. പിന്നെ 3-year BVOC പ്രോഗ്രാംസും. ഇതുവരെ നമുക്കുണ്ടായിരുന്നത് 3-year അണ്ടർ ഗ്രാജുവേറ്റ് ആയിരുന്നു. ഇത് 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണ്. സോ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും അവിടെ പറയുന്നുണ്ട് അവര് ഇൻട്രൊഡക്ഷനിലെ പ്രോസ്പെക്ടസ് ഫോർ അഡ്മിഷൻ എന്താണ് 4-year പ്രോഗ്രാംസിന്റെ ആണ്. ആപ്ലിക്കബിൾ, ദി പ്രോസ്പെക്ടസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ അഡ്മിഷൻ ടു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് 24-25 അക്കാഡമിക് ഇയർ ഓൺലി.
അപ്പോൾ അതിൻ്റെ മലയാളത്തിലുള്ള ഡീറ്റെയിൽസും പറയുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന പരിധിക്കുള്ളിലെ 5 ജില്ലകളിലെ വിവിധ കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ അഭിലാഷം സബലീകരിക്കുന്നതിനാണ് ബിരുദ പ്രവേശനത്തിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന സംവിധാനം 2013-14 മുതൽ ആരംഭിച്ചിട്ടുള്ളത്. നേരിട്ടിട്ട് ചെയ്യേണ്ട, ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ക്യാപ്പ് സംവിധാനം നടപ്പിലാക്കുക വഴി സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന പരിധിയുടെ വിദൂര പ്രദേശങ്ങളിൽ പെട്ടവരുമായ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് സഹായഹസ്തം നൽകുക എന്ന ഉന്നത ഉദ്ദേശത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് നീതിയുക്തമായ സുതാര്യവുമായ അഡ്മിഷനും ക്യാപ്പ് പ്രദാനം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് പറയേണ്ട യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലെയും യൂണിവേഴ്സിറ്റിയുടെ പഠന വകുപ്പുകളിലെ സെൻറ്ററുകളിലെയും ബിരുദ പ്രോഗ്രാമുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശനം, സ്വാശ്രയ കോളേജുകളിലെയും എയ്ഡഡ് കോളേജുകളുടെയും സ്വാശ്രയ പ്രോഗ്രാമുകളിലെയും 50% മെറിറ്റ് സീറ്റ് ഉൾപ്പെടെ ഏകജാലക പ്രവേശന പ്രക്രിയ, സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് ആണ് ക്യാപ്പ് മുഖേനയാണ് നടത്തുന്നത്. ഏകജാലക പ്രവേശന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് ഈ പ്രോസ്പെക്ടസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം തന്നെ പറയുന്നു. അപ്പോൾ നമ്മുടെ സ്ഥാപനം ഇവിടെ മെയിനായിട്ട് കൊമേഴ്സ്, BCom BBA പ്രോഗ്രാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, 3 year UG ഡിഗ്രി, 4 year UG ഡിഗ്രി ഓണേഴ്സ്, 4 year UG ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നമ്മുടെ പ്രോഗ്രാംസ്. ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും. ഇത് നമുക്ക് രണ്ടും കാണാൻ സാധിക്കും. വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷാണ്. മലയാളം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അവിടെ കൺഫ്യൂഷൻ ചിലപ്പോൾ കുട്ടികൾക്ക് വരുന്നുണ്ട്. ഇനി ഇതിൽ വേറൊരു കാര്യം അഡീഷണൽ ഡിഗ്രിയുടെ കാര്യമാണ്. അറ്റ് എ ടൈമിൽ റെഗുലറും ഡിസ്റ്റൻസും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അഡീഷണൽ UG ക്യാൻ ടേക്ക് ഇൻ ഓൾ സബ്ജക്ട് പ്രൊവൈഡഡ് ദി അതർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓഫ് ദി റെസ്പെക്റ്റീവ് പ്രോഗ്രാംസ് ആർ സാറ്റിസ്ഫൈഡ്. അതുപോലെ തന്നെ കണ്ടോ, എ കാൻഡിഡേറ്റ് ക്യാൻ പെർസ്യൂ ബോത്ത് എ UG ഡിഗ്രി ആൻഡ് എ PG program simultaneously, one in regular mode and another in open and distance learning online mode without overlapping the class timing of the other program. At a time ഈ സെയിം യൂണിവേഴ്സിറ്റിയിൽ 2 കോഴ്സസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ പേരിപ്പോൾ ODL എന്നാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, പറ്റേ ടൈമിൽ ഡിസ്റ്റൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, റെഗുലറിൻ്റെ ആണ് ഇപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഓരോ കോഴ്സിൻ്റെ നിങ്ങൾ ഏതാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ +2 ഇപ്പോൾ VHSC പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, NOS ഉണ്ടായിരിക്കും. അതിൻ്റെ ഈക്വലൻസിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈക്വലൻസി റെക്കഗ്നീഷൻ, ഓക്കെ, NOS അവർ മസ്റ്റായിട്ട് അവരുടെ ഈക്വലൻസി മറ്റു കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അത് നോക്കി ചെയ്യുക. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. ക്യാപ്പ് ID മസ്റ്റാണ്. പിന്നെ ഇൻഡെക്സ് മാർക്കിൻ്റെ കേസസൊക്കെ അതൊക്കെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അക്ഷയ വഴിയോ എങ്ങനെയാണെങ്കിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. റെഗുലർ കോളേജിലേക്കാണല്ലോ അഡ്മിഷൻ എടുക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കോഴ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. UG പ്രോഗ്രാം ഞാൻ പറഞ്ഞു, നമ്മൾ BCom BBA ആണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് കോട്ട, ഇതൊക്കെ പ്രോസ്പെക്ടസിൽ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളത് പ്രോസ്പെക്ടസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ ഓരോരോ കാര്യങ്ങൾ, പെർസെൻറ്റേജ്, മെറിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊസീജിയേഴ്സ് ഇതൊക്കെയാണ്. സബ്മിഷൻ ഇപ്പം നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അക്ഷയയിലേക്ക് പോവുക. സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, ഫീ പേയ്മെൻറ്റ്, അതിന് വേണ്ട ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്തിന്, കോപ്പി ഓഫ് SSLC, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫീ അടയ്ക്കണം.
പിന്നെ കോപ്പി മാർക്ക് ഷീറ്റിൻ്റെ വേണം. സ്കാൻഡ് കോപ്പി ഓഫ് പാസ്പോർട്ട് സൈസ് JPJ ഫോമാറ്റിൽ. പ്രിപ്പയർ ദി ലിസ്റ്റ് ഓഫ് കോളേജസ് അക്കോർഡിംഗ് ടു അപ്ലിക്കൻസ് പ്രയോറിറ്റി. നിങ്ങൾക്ക് അല്ലേ പ്രയോറിറ്റി ഏതൊക്കെ കോളേജിലേക്കാണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കുക. ഇത്ര കാര്യങ്ങളാണ് കേട്ടോ. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സ്റ്റുഡൻറ്റ് പ്രൊഫൈല്. പിന്നെ ഇത് വായിച്ചു നോക്കിയാൽ തന്നെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് മൊത്തം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എഡിറ്റ് ചെയ്യാനും അലോട്ട്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. തന്നെ ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യാം. വായിച്ചു നോക്കാൻ അത്യാവശ്യം ഉണ്ടത്. ഡേറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് 1/6 അത്രയ്ക്കൊന്നും നിൽക്കരുത്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി നമുക്ക് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. BA ഇംഗ്ലീഷ് ആദ്യം കാണാം. BA ഓരോന്നും പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം കാണാം. നമ്മുടെ വരുന്നത് BCom ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. അതിൻ്റെ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസും മൊത്തം ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ BSc ഡീറ്റെയിൽസ് കാണാം. അതിന് ശേഷമാണ് BCom നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. താഴെ കിടക്കുന്നുണ്ട് BCom പ്രോഗ്രാംസിൻ്റെ സ്പെഷ്യലൈസേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്നൊക്കെ കാണാൻ സാധിക്കും. ഇതാ BCom പ്രോഗ്രാംസ്. BCom ഓണേഴ്സ്, എക്സിസ്റ്റിംഗ് സ്പെഷ്യലൈസേഷൻ, കോപ്പറേഷൻ. അതിൻ്റെ കാൻഡിഡേറ്റ്സ് ഹു പാസ്ഡ് +2 വേണം. ദെൻ അതിലുള്ള പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊന്നാമത്തെ. രണ്ടാമത്തെ BCom ഓണേഴ്സ് എക്സിസ്റ്റിംഗ് സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. പിന്നെ ഫിനാൻസ്. ഇപ്പോൾ കോപ്പറേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഉണ്ട്. BCom ഓണേഴ്സ് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഇപ്പോഴുള്ള ഓണേഴ്സ് ഉണ്ട്. ഓണേഴ്സ് ടാക്സേഷൻ ഉണ്ട്, ഇസ്ലാമിക് ഫിനാൻസ് ഉണ്ട്, പ്രൊഫഷണൽ ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇത്ര നാളുണ്ടായിരുന്നത്. അത് തന്നെ ഉണ്ട്. ഇത് 4 ഇയർ പ്രോഗ്രാമായിട്ട് മാറി എന്നുള്ള ഒറ്റ കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ BBA ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR. ഇത്രയാണ് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ. ഇത് എല്ലാ കോളേജിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ബാച്ചിലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം എല്ലായിടത്തും ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻ എല്ലാതും ഉണ്ടാവണമെന്നില്ല. ചില കോളേജസിൽ ഉണ്ടായിരിക്കും, ചിലതിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏതാണ് എങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 ഇയർ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഇപ്പോൾ 4 ഇയർ പ്രോഗ്രാമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിഗ്രിക്ക് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. 4ാമത്തെ വർഷമാണ് നിങ്ങൾക്ക്. 3 വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന ഡിഗ്രിയുടെ അത് കഴിഞ്ഞ് പിന്നെ 4ാമത്തെ വർഷം PG എന്ന് പറയുന്നതിൻ്റെ അല്ലേ ആ ഒരു രീതിയിലോട്ട് മാറും. അതാണ് ഈ പറഞ്ഞ 4 ഇയർ UG എന്ന് പറയുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ. ഇത് പുറം രാജ്യങ്ങളിലൊക്കെ 4 ഇയർ ആണ്. നമ്മുടെ അവിടെയാണ് ഈ ഒരു രീതിയിൽ ഇത്ര നാൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഈ പ്രോസ്പെക്ടസിൽ. നിങ്ങളുടെ ഏത് കോഴ്സാണെങ്കിൽ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് ഡേറ്റ് നേരത്തെ പറഞ്ഞത് മറക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുക. പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ കോൺഫറൻസ് ഇല്ലെങ്കിൽ അക്ഷയയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വെയിറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. ബിക്കോസ് നമ്മൾ അഡ്മിഷൻ നേരിട്ടിട്ട് തന്നെ അത് ചെയ്തു കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് പിന്നെ കോളേജിലേക്കുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.